ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് കംപ്രസ്ഡ് ഫോമിൽ കോക്കോ പീറ്റ് കിട്ടുമ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ ചെടികളൊക്കെ നടാൻ പറ്റിയ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോമായിരിക്കും വാങ്ങി നമുക്ക് കിട്ടുമ്പോൾ, അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള കോക്കോ പീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബൈ ദ വേ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പാക്കറ്റ്. ഇതൊരു 500 ഗ്രാംസ് അല്ലെങ്കിൽ അര കിലോയുടെ ഒരു പാക്കറ്റാണ്. ഒരു ഇഷ്ടികയുടെ ഒക്കെ അത്രയാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. വെയിറ്റ് അത്രയില്ല, കുറച്ച് വെയ്റ്റ്ലെസ് ആണ്. അറിയാലോ, നമ്മൾ എന്താണെങ്കിലും ചകിരിച്ചോറ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഇതിൻ്റെ വില 60 രൂപയാണ്. പക്ഷേ 50 രൂപയാണ് നമ്മളടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തെടുത്തതിന് ശേഷം ആണ് നമ്മൾ സാധാരണ ഒരു രീതിയിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കണം. എന്നിട്ട് അതിൽ ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ 500 ഗ്രാമിന് നമ്മൾ ഒഴിക്കേണ്ട വെള്ളം 3 ലിറ്ററാണ്. അപ്പോൾ കണക്കുണ്ട് അതിന്. അതിൽ കൂടുതലായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറഞ്ഞു പോയാലും കുറച്ച് പാടാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അളവിന് നമുക്ക് 3 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ ഒരു ഇഷ്ടികയുടെ ഒക്കെ വലിപ്പം, നല്ല ഹാർഡാണ്. നമുക്കിങ്ങനെ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാൽ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ഈ ക്വാണ്ടിറ്റീൻ്റെ ഒരു 5 ഇരട്ടി വരെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സോയിൽ ടെക്സ്ചറും അതിനുള്ള ഒരു ന്യൂട്രീഷണൽ കണ്ടൻറ്റൊക്കെ ഇതിൽ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഏത് തരം മണ്ണാണെങ്കിലും നമുക്ക് കൂടുതൽ ബെനഫിഷ്യലാണ് ഇങ്ങനെ കൊക്കോ പീറ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതേപോലെ വെള്ളം എടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളമാണ് കൊള്ളുക. അങ്ങനെ ഒരു 3 കപ്പ്, അതായത് 3 ലിറ്റേഴ്സ് ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു ബക്കറ്റിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ 3 ലിറ്റർ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ അത് 3 ലിറ്റർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കൊരു രാത്രിയൊക്കെ ഓവർനൈറ്റ് ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ നമുക്കിത് കോരി വാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടൈം പോലെ ഇരിക്കും. ഒന്ന് കുതിർന്ന് കിട്ടിയാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 കപ്പും ഇപ്പോൾ ഇത് 3ാമത്തെ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 3 ലിറ്റർ വെള്ളം ഒഴിച്ചു. അതിനനുസരിച്ച് ഇനി നമുക്ക് നോക്കാം. ഈ ഒരു കപ്പ് 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലാണെങ്കിൽ കുറച്ച് സൗകര്യമായിരുന്നു. ഇപ്പോൾ നമുക്കിത് കുതിർന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ അടർത്തിയെടുത്താൽ കയ്യിൽ പോരുന്ന രീതിയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ നമുക്ക് അടർത്തിയെടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയമാണ് അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ടത്. അത്ര ഇട്ട് വെച്ചാലും കൂടുതൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് പെട്ടെന്ന് കട്ടയൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെയും കിട്ടുന്നുണ്ട്. നമുക്ക് സിറ്റിയിൽ ഒക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം പോട്ടിംഗ് മിക്സ്ചറായിട്ട് തന്നെ ഇങ്ങനെ കൊക്കോ പീറ്റും മണ്ണും എല്ലാം കലർന്നത് കിട്ടും. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ കൊക്കോ പീറ്റ് വാങ്ങി ഗാർഡൻ സോയിലും വെച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം ഇത് ഇത്രയും കുതിർന്നിട്ടുണ്ട്. അതായത് കട്ടയൊക്കെ വലിയ കട്ടകളൊക്കെ പോയിട്ട് പാത്രം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ കിട്ടും. അപ്പം അതിൽ നിന്ന് നമ്മൾ ഈ വെള്ളത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ വെള്ളമൊക്കെ മാറ്റി, അതായത് ഇത് പിഴിഞ്ഞ് എടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കത് കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞ് വെള്ളം നന്നായി കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കതിൽ പിന്നീട് നമ്മൾ പോട്ടിംഗ് മിക്സ്ചറായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോക്കോ പീറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അത്യാവശ്യം വെള്ളം അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ എയറേഷനും നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേര് പിടിക്കുകയും ചെയ്യും. കോക്കോ പീറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നടുമ്പോൾ, അതായത് ഉറച്ചു പോകുന്ന മണ്ണൊക്കെ ആണെങ്കിൽ വേരോട്ടം കുറഞ്ഞ് ചെടി നശിച്ചു പോകുന്നൊരു ചാൻസ് ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഒരു കൈ കൊണ്ടായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പം ഞാനിതൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്.
അപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ 2 കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ബക്കറ്റിൻ്റെ ഒരു 1/3 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് അരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വെള്ളത്തിൽ അത്യാവശ്യം കലർന്നിരുന്നു. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്തതിൻ്റെ ബാക്കി വെള്ളമാണിത്. ഇത് കളയേണ്ട കാര്യമില്ല, നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതിലും അത്യാവശ്യം ചകിരിച്ചോറിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് കുറച്ച് നനവുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്പം തന്നെ ചെടി നടാനാണെങ്കിൽ നമുക്കിതിന്ന് കുറച്ച് എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമ്മളിത് നന്നായിട്ട് ഉണക്കി ഇതിലെ വെള്ളം കളഞ്ഞിട്ട് വേണം വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പിന്നീട് പൂപ്പൽ വരികയും അല്ലെങ്കിൽ ഫംഗസ് ബാധയൊക്കെ വന്നിട്ട് പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ ചെടികൾ നശിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിത് വെയിലത്തിട്ടിട്ടുണ്ട്. 2 ചാക്കിലായിട്ടാണ് വെയിലത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിൽ കൊള്ളുകയാണെങ്കിൽ, നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് അത്ര വെയിലില്ല, എന്നാൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പടർത്തി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വെയിലത്ത് ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു 500 ഗ്രാമിൻ്റെ ഒരു ഇഷ്ടിക പോലെയുള്ളൊരു കട്ടയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഇത് ഏകദേശം ഒരു ഹാഫ് അല്ലെങ്കിൽ 1/3 ഓഫ് ദ ബക്കറ്റ് അത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റിൽ അവർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു 5 ഇരട്ടിയോളം അത്രയും ഉണ്ടാവും ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഗാർഡനിങ് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ഗാർഡൻ റിലേറ്റഡ് നമ്മൾ ഫെർട്ടിലൈസറും ഗാർഡൻ റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് വീഡിയോസും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് അത്ര വെയിലില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് അധികം ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മഴ മൂടിയൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇന്നും അത്ര അങ്ങോട്ട് ഉണങ്ങുന്നില്ല. മോൾ ഭാഗം മാത്രമാണ് ഉണങ്ങിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. അപ്പോൾ ഇതെനിക്ക് നന്നായി ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് ഞാൻ 2ാമത്തെ ദിവസവും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പോട്ടിംഗ് മിക്സ്ചറായിട്ട് റെഡിയാക്കി വെച്ചിട്ട് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് 1/3 മണ്ണും 1/3 പിന്നെ നമ്മുടെ ഈ കോക്കോപ്പീറ്റും 1/3 നമുക്ക് ചാണകപ്പൊടിയും കൂടി ചേർത്ത ഒരു പോട്ടിംഗ് മിക്സ്ചറാണെങ്കിൽ ഒരുവിധം എല്ലാ ചെടികൾക്കും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടികളാണെങ്കിൽ നമ്മൾ കുറച്ച് അളവിൽ ഇതെടുത്താൽ മതി. കൂടുതൽ വെള്ളം വേണ്ട ചെടികളൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഡെയിലി നനയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ കോക്കോപ്പീറ്റ് കുറച്ചുകൂടെ കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഓരോ ചെടിക്കനുസരിച്ച് നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ അപ്പോൾ റെഡിയാക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.